വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 18-ാം അധ്യായം മോക്ഷസന്യാസ യോഗത്തിൽ 40 മുതൽ 50 വരെയുള്ള ശ്ലോകഭാഗങ്ങളാണ് നാം ഇവിടെ അർത്ഥസഹിതം മനസ്സിലാക്കുന്നത്. ഇവിടെ ഭഗവാൻ സത്വരജതമോ ഗുണങ്ങൾ മനുഷ്യ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും എങ്ങനെ അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മാറ്റമുണ്ടാക്കുന്നു എന്നും ഈ അധ്യായത്തിലൂടെ അർജുനന് മനസ്സിലാക്കി കൊടുത്തു. സത്വരജതമോ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ കർത്താവിനും, അതായത് ഓരോ മനുഷ്യനും ലഭിക്കുന്ന ജ്ഞാനം, അതിനനുസരിച്ചുള്ള കർമ്മം ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്ന ബുദ്ധി, കർമ്മമാർഗത്തിൽ കർത്താവിനെ നയിക്കുന്ന ഉറച്ച ധൃതി, ഇവയിലൂടെ കർത്താവിന് ലഭിക്കുന്ന സുഖം, ഇവയെയെല്ലാം 3 തരംതിരിച്ച് ഭഗവാൻ പറഞ്ഞു തന്നു. ഈ പ്രകൃതി ഗുണങ്ങളിൽ നിന്ന് വേർപെട്ട ഒരു ജീവിയും ഭൂമിയിലോ സ്വർഗത്തിലോ ഇല്ല എന്നും ഭഗവാൻ പറഞ്ഞു തരുന്നു. ഇതറിഞ്ഞ നമുക്ക് നമ്മുടെ ഗുണത്തെ നന്നായി വിശകലനം ചെയ്ത് നമ്മിലുള്ള രജോ തമോ ഗുണങ്ങളെ അകറ്റി സത്വഗുണത്തിലോട്ട് ഉയരാൻ ശ്രമിക്കണം. തുടർന്ന് ഭഗവാൻ പറയുന്നു, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ ബ്രാഹ്മണക്ഷത്രിയ വിശാം ശൂദ്രാണാം ച പരന്തപാം കർമാണി പ്രവിഭക്താനി സ്വഭാവപ്രഭവൈർഗുണൈ. ത്രിഗുണങ്ങൾക്കും ഇത് ഓരോരുത്തരിലും ഉണ്ടാക്കുന്ന അവരുടെ കർമ്മങ്ങൾക്കും അനുസരിച്ച്, ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് മനുഷ്യരെ 4 വിഭാഗമായി ഭഗവാൻ തരം തിരിച്ച് പറയുന്നു. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രൻ. അവരെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ബ്രാഹ്മണൻ തനി സത്വഗുണപ്രധാനിയാണ്. അവനിൽ രജോ തമോ ഗുണങ്ങൾ വളരെ കുറഞ്ഞു കാണപ്പെടുന്നു. ക്ഷത്രിയൻ സത്വത്തോടും തമസോടും കൂടിച്ചേർന്ന രജോ ഗുണപ്രധാനിയാണ്. വൈശ്യൻ രജോ തമോ ഗുണങ്ങൾ കൂടി സത്വഗുണം കുറഞ്ഞവനാണ്. ശൂദ്രൻ തമോ ഗുണം കൂടിയവനും രജോ സത്വഗുണങ്ങൾ കുറഞ്ഞവനുമാണ്. ഇങ്ങനെ ഗുണഭേദങ്ങൾക്കനുസരിച്ചുള്ള സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്കോരോരുത്തർക്കും വേറെ വേറെ കർമ്മങ്ങളാണ് അനുഷ്ഠിക്കാനുള്ളത്. ഇവരുടെ കർമ്മങ്ങളെക്കുറിച്ച് ഭഗവാൻ വിവരിച്ചു തരുന്നു. ആദ്യമായി ബ്രാഹ്മണ സഹജമായ നിയത കർമ്മങ്ങളെ വിവരിക്കുന്നു. ശമോദമത്തപശൗചം ശാന്തിരാർജവമേവ ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. ഇന്ദ്രിയ നിയന്ത്രണം, ഏകാഗ്രമായ മനസ്സോടു കൂടിയ തപസ്, മനഃശുദ്ധി, ക്ഷമ, നേർമ, സത്യസന്ധത, ഇവയാണ് ബ്രാഹ്മണൻ്റെ ധാർമ്മിക കർമ്മങ്ങൾ. ഇവയിലൂടെ ബ്രാഹ്മണൻ ആത്മാവിനെക്കുറിച്ചുള്ള ജ്ഞാനം നേടി ധർമ്മത്തിൽ ഉറച്ച വിശ്വാസത്തോടെ ആത്മാവിനെ അനുഭവിച്ചറിയാനും അതിലൂടെ ആത്മോന്നതി നേടാനും തുടങ്ങുന്നു. ഈ ഗുണങ്ങൾ ജന്മനാ ബ്രാഹ്മണനിൽ തെളിഞ്ഞു കാണുന്നു. ശൗര്യം, തേജോ, ധൃതി, ദാക്ഷ്യം, യുദ്ധേച്ഛാപ്യപലായനം, ദാനമീശ്വരഭാവം ച ക്ഷാത്രം കർമ്മ സ്വഭാവജം. ഉറച്ച മനോബുദ്ധികൾ, മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള കഴിവ്, സാമർഥ്യം, യുദ്ധത്തിൽ പേടിച്ചോടാതിരിക്കാനുള്ള ധൈര്യം, ധനധാന്യങ്ങൾ ദാനം ചെയ്യാനുള്ള സന്മനസ്, നയിക്കാനും നേതൃത്വത്തിനുമുള്ള കഴിവ്, ഇവ ക്ഷത്രിയ ധാർമ്മിക കർമ്മങ്ങളാണ്. കൃഷി, ഗൗരക്ഷ്യ, വാണിജ്യം, വൈശ്യകർമ്മ സ്വഭാവജം, പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാഭി സ്വഭാവജം. വൈശ്യൻ്റെ
ധാർമ്മിക കർമ്മങ്ങൾ കൃഷി, ഗോരക്ഷ, വാണിജ്യം ഇവയാണ്. മറ്റുള്ളവരെ പരിചരിച്ച് ശുശ്രൂഷിക്കുക എന്നുള്ളത് ശൂദ്രൻ്റെ സ്വാഭാവികമായ കർമ്മമാണ്. ഇങ്ങനെ ഓരോരുത്തരും അവരുടെ ധാർമ്മികമായ കർമ്മങ്ങളെ ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിലെ വാസനകൾ കുറഞ്ഞു വരുന്നു. ഈശ്വരാർപ്പണമായി ആത്മാർത്ഥതയോടെ സ്വന്തം കർമ്മങ്ങളെ ചെയ്യുകയാണെങ്കിൽ അതിലൂടെ തന്നെ സിദ്ധി നേടാം എന്ന് ഭഗവാൻ പറഞ്ഞു തരും. എങ്ങനെ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഭഗവാൻ പറയുന്നു, ആരിൽ നിന്നാണോ ഈ പ്രപഞ്ചം ഉണ്ടായി നിലനിൽക്കുന്നത്, ആരാണോ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്, ആ പരമാത്മാവിനെ, ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് സ്വന്തം കർത്തവ്യ കർമ്മങ്ങളെ ചെയ്യുന്നത് വഴി അന്ധകരണം ശുദ്ധമാകുന്നു, വാസനകൾ ക്ഷയിക്കുന്നു. ഈശ്വരാർപ്പണമായി സ്വന്തം സംസ്കാരത്തിനനുസരിച്ച് കർത്തവ്യ കർമ്മത്തെ ചെയ്യുന്നവന് പാപം വരുന്നതേയില്ല. പരധർമ്മം എത്ര നല്ലതായാലും അത് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠം സ്വന്തം നിയത കർമ്മത്തെ ചെയ്യുന്നതാണ്. ഇങ്ങനെ സ്വന്തം കർമാനുഷ്ഠാനത്തിലൂടെ വാസനകൾ ക്ഷയിച്ച് ഈശ്വര സമർപ്പണമായി ആത്മനിയന്ത്രണം നേടി സങ്കല്പങ്ങളോ കാമനകളോ ഇല്ലാത്ത നൈഷ്കർമാവസ്ഥയെ പ്രാപിക്കാം എന്ന് ഭഗവാൻ പറയുന്നു. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വഭാവനിയതം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. തുടർന്ന് ഭഗവാന്റെ ഉപദേശങ്ങൾക്ക് കാത്തിരിക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.